ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗിൽ ബിഗിനേഴ്സിൽ പലർക്കും തന്നെ ഒരു വാഹനം വളവുകളിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് പലർക്കും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. കാരണം വളവുകളിൽ പലപ്പോഴും വണ്ടിയുടെ ബാലൻസ് തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം വരും. ചിലപ്പോൾ വണ്ടി വളവെടുക്കുന്ന സമയത്ത് റോഡിൻ്റെ നടുക്ക് പോകും, ഇടത് സൈഡ് ചേരാതെ. അതുപോലെ തന്നെ ഇടത് സൈഡ് ചേർന്ന് ഇനി വളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൂടുതൽ ഇടത് സൈഡിലേക്ക് പോകും. സ്റ്റിയറിംഗ് നിവർത്താനായിട്ടുള്ള ഒരു ലാഗ് വരും. എന്നാൽ ഓരോ വളവുകളിലും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ചില ടെക്നിക്കുകൾ വളവ് തിരിയുന്നതിന് മുന്നേ കറക്റ്റായിട്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഏത് വളവിലും നിങ്ങളുടെ വണ്ടി കൺട്രോളിൽ കിട്ടും. കൺട്രോളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോജനം എന്ന് പറയുന്നത് അപകടം ഉണ്ടാകാതെ നമുക്ക് കോൺഫിഡൻസോടെ ഡ്രൈവ് ചെയ്യാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കാർ ഡ്രൈവിംഗിൽ ഏതൊരു തുടക്കക്കാരനും നിർബന്ധമായിട്ട് പഠിച്ചെടുക്കേണ്ട ഒന്നാണ് വളവുകളിലുള്ള നിങ്ങളുടെ വാഹനത്തിന്റെ കൺട്രോളിംഗ് കറക്റ്റ് ആക്കുക എന്നുള്ളത്. കാരണം വളവുകളിൽ അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അത്രയധികം ഉണ്ട്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വേഗത ബാലൻസ് ചെയ്യാൻ കഴിയണം, സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാനായിട്ട് കഴിയണം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് എടുക്കാം, പഠിച്ചെടുക്കാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് 3 തരത്തിലുള്ള വളവുകളാണ് സാധാരണ റോഡുകളിൽ ഉണ്ടാകാറുള്ളത്. 1 നമുക്ക് കയറ്റത്തോടു കൂടിയ റോഡിൽ ഉണ്ടാകുന്ന വളവുകൾ, 2 ഇറക്കത്തോടു കൂടിയ റോഡിൽ ഉണ്ടാകുന്ന വളവുകൾ, 3 നമുക്ക് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഉണ്ടാകുന്ന വളവുകൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുകയാണ്, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു, ഞാനിതേ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിപ്പം എൻ്റെ വാഹനം റോഡിൻ്റെ വലത് സൈഡിലേക്ക്, ഞാൻ അതായത് ഇടത് ചേർന്നാണ് വണ്ടി കിടക്കുന്നത്, റോഡിലേക്ക് എടുക്കാൻ പോവാണ്. റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇപ്പോൾ എൻ്റെ വണ്ടി ഒരു ചെറിയ കയറ്റത്താണ് നിൽക്കുന്നത്. ബ്രേക്ക് ചവിട്ടി പിടിച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ച് എൻ്റെ വാഹനം ഞാൻ ഇവിടെ എടുത്തു. എന്നിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആകണമെന്നുണ്ടെങ്കിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, നമുക്ക് വേഗത കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയണം. അതിന് ആക്സിലറേഷനെ നിങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വേഗത ഉണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നിങ്ങൾ ആക്സിലറേഷൻ ചവിട്ടി കൊടുക്കരുത്. അതുപോലെ തന്നെ വേഗത കൂടിയാൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ബ്രേക്ക് ടൈമിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്ന സ്പീഡ് ഏതാണോ ആ സ്പീഡിൽ ഓടിക്കാവുള്ളൂ. അതിനപ്പുറത്തേക്ക് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ഏതൊരു വളവിലും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകും. ഇപ്പം നിങ്ങൾക്ക് അത് സ്റ്റഡി ആക്കാനായിട്ട് നിങ്ങൾ ഇതുകൊണ്ട് വലത് കൈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ടുള്ള ഒരു പ്രാധാന്യം വലത് കൈ കൊണ്ട് നമ്മളിവിടെ ശ്രദ്ധ കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഞാനിവിടെ ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗത്തും കറക്റ്റായിട്ട് ശ്രദ്ധ കൊടുക്കുന്നു. അടുത്തത് ഗിയർ ഇടാനായിട്ട് ഞാനിത് റെഡി ആയിട്ട് നിൽക്കുന്നു, ഇടത്തെ കാല് ക്ലച്ചേലും വെച്ചേക്കുന്നു. നിങ്ങൾ നോക്കുക, ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, വാഹനത്തെ ബാലൻസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യുക. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുക. വണ്ടി ഇതുകൊണ്ട് ഇടതാക്കിക്കൊണ്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും ലിവറിലേക്ക് നോക്കാതെ ഇങ്ങനെ ഗിയർ ഇടുക. എന്നിട്ട് ഇവിടെ ഞാൻ സെക്കൻഡ് ഗിയറിൽ ആക്സിലറേഷൻ ഇതുണ്ടോ ലൈറ്റായിട്ട് കൊടുത്ത വേഗത കൺട്രോൾ ചെയ്താണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഇറക്കം കണ്ടു. ഇറക്കം കാണുമ്പോൾ അഡ്വാൻസ് ബ്രേക്കിലേക്ക് വെച്ച് നിങ്ങൾ വണ്ടിയുടെ വേഗത പതുക്കെ ചവിട്ടി കുറച്ച് കൊടുക്കണം. ഒറ്റ ചവിട്ട് ചവിട്ടരുത്. ഒറ്റ ചവിട്ട് ചവിട്ടിയാൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വേഗത തീർത്തും കുറയും. അപ്പം നമ്മൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്കിനെയും ഡ്രൈവിങ്ങിൽ ബാലൻസ് ആക്കാനായിട്ട് പഠിക്കണം. ബ്രേക്കിനെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹാർഡായിട്ട് ചവിട്ടി ബ്രേക്കിനെ ബാലൻസ് ചെയ്യല്ല, ലൈറ്റായിട്ട് ചവിട്ടി ടയറിൻ്റെ റണ്ണിങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതുപോലെ നമുക്ക് പ്രോപ്പറായിട്ട് വേഗത കുറച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാം. അപ്പോൾ ഗിയറെല്ലാം നമ്മൾ ഇട്ടതിന് ശേഷം പിന്നീട് എപ്പോഴും എന്ത് ചെയ്യണം, 2 കൈയും സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ പോയിന്റിൽ അല്ലെങ്കിൽ ഈ 9-3 പൊസിഷനിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഞാനിവിടെ സെക്കൻഡ് ഗിയറിൽ പ്രോപ്പറായിട്ട് ഇത് ഇങ്ങനെ കയറി വരുന്നു. കയറി വന്നതിന് ശേഷം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമുക്ക് തേർഡ് ഗിയർ കൊടുക്കണം. ഇതേ ഞാൻ ലൈറ്റായിട്ട് ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നു, ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നു, ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറെ വെക്കുന്നു, ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കുന്നു. എന്നിട്ടുണ്ട് ആക്സിലറേഷനും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, സ്റ്റിയറിങ്ങിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, ഗിയറിലേക്കും കൊടുക്കുന്നുണ്ട്. ഒരേ ടൈമിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ, അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും, ആക്സിലറേഷൻ്റെ കൺട്രോളിങ് കിട്ടും. ഇനി കയറ്റത്തോട് കൂടി
കൂടിയ വളവുകളിൽ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് വളവെടുക്കണം. ഇവിടെ ഒരു കയറ്റം ഒരു വളവുണ്ട്, ഇതുണ്ടോ. അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് വളവ് തിരിയുന്നതിന് മുന്നേ. ഒരു കയറ്റത്തോട് കൂടിയ ഒരു വളവ് ഞാൻ എടുത്ത മെത്തേഡാണ് നിങ്ങളെ കാണിച്ചത്. ഒരു കാരണവശാലും തേർഡ് ഗിയറിൽ വളവുകൾ എടുക്കാതിരിക്കുക. കയറ്റത്തോട് കൂടിയ വളവുകൾ കുറഞ്ഞ പക്ഷം എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു സെക്കൻഡ് ഗിയറിലേക്ക് വരിക. നല്ല വലിയ ടേണുകളാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം. ഇത് എങ്ങനെയാണ് ഇടേണ്ടത്, അഡ്വാൻസ് ചെയ്യണം. അല്ലാതെ ഒരു വളവ് തിരിയുന്നതിനോടൊപ്പം അല്ല നമ്മൾ ഗിയർ കൊടുക്കേണ്ടത്. വളവ് കണ്ടു കഴിഞ്ഞാൽ വളവിന് മുന്നമേ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. ഇപ്പം ഞാൻ ഇവിടെ തേർഡ് ഗിയർ വരികയാണ്, ഇവിടെ മുന്നിലായിട്ട് തോന്നുന്നു ഇവിടെ ഒരു വളവുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വണ്ടിക്ക് വേഗത കൂടിയെന്ന് തോന്നിയപ്പോൾ ജസ്റ്റ് ബ്രേക്ക് പതിയെ കാല് വെച്ചോണ്ട് വണ്ടിയുടെ വേഗത ഒന്ന് സ്ലോ ചെയ്തു. എന്നിട്ട് ഇടത്തേക്ക് ഗിയർ ലിവറെ വന്ന് ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്ത് വളവ് തിരിയുന്നതിന് മുന്നമേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, പതിയെ ബ്രേക്കാണ് ബാലൻസ് ചെയ്തുകൊണ്ട് വളവെടുക്കുന്നു. എന്നിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, പതുക്കെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ? അങ്ങനെ ആയിരിക്കണം നമ്മൾ വളവിൽ, അല്ലാതെ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കുക എന്നുള്ള ഒരു കാര്യമല്ല നമ്മൾ ഡ്രൈവിംഗിൽ ചെയ്യുന്നത്. ഇപ്പം നിരപ്പായിട്ടുള്ള ഒരു പ്രതലം വന്നു, വീണ്ടും നിങ്ങൾ നോക്കുക, ഞാനിവിടെ സെക്കൻഡ് ഗിയർ വരികയാണ്. എൻ്റെ കാല് ബ്രേക്കിൽ വന്ന് ഞാൻ പുറകെ വരുന്ന വാഹനത്തെ പതുക്കെ ഒന്ന് കയറ്റി വിട്ട് ഇവിടെ ഒരു ചെറിയ വളവാണ്. ഇപ്പം ഞാൻ പതിയെ തേർഡിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇപ്പം അങ്ങോട്ടും ഉണ്ട് നല്ല രീതിയിലുള്ള ഒരു വളവ് വന്നു. അപ്പം ഞാൻ വളവിന് മുന്നമേ തന്നെ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടതുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് തന്നെയാണ് ഈ ഇറക്കം കൂടിയ വളവ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് റണ്ണിങ് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു. പല ആൾക്കാർക്കും അവിടെ ബ്രേക്കിനെ ബാലൻസ് ചെയ്യാൻ കഴിയത്തില്ല ഇറക്കത്തോട് കൂടിയ വളവുകളിൽ. അപ്പോൾ എന്ത് ചെയ്യും, വണ്ടിയുടെ വേഗത കൂടിപ്പോകും. അപ്പോൾ വേഗത കൂടുമ്പോൾ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് തിരിക്കാൻ കഴിയില്ല. അപ്പം നിങ്ങളുടെ വാഹനത്തിന് വേഗത കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലെ ചെറിയൊരു വളവാണ്. ഇതുകൊണ്ട് വളവിന് മുന്നമേ ബ്രേക്കേ കാല് വെച്ചുകൊണ്ട് ഇതുണ്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചവിട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ വളവ് വരുന്ന സമയത്ത് ആക്സിലറേഷൻ അമിതമാകും, ബ്രേക്കിൽ ആവശ്യാനുസരണം ചവിട്ടി കൊടുക്കത്തില്ല, വാഹനത്തിന് വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് അറിയത്തില്ല. എന്നിട്ട് ഇനി നിങ്ങൾ നോക്കുക, ഒരു നിരപ്പായിട്ടുള്ള റോഡാണ് ഇനി ഇവിടെ വരുന്നത്, ഇവിടെ ഒരു വളവും ഉണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള വളവുകളിൽ നമുക്ക് ജസ്റ്റ് നിരപ്പായിട്ടുള്ള പ്രതലമാണെങ്കിൽ തേർഡ് ഗിയറിൽ പൊക്കോളും, ഒരു തരത്തിലുള്ള പ്രശ്നവും നമുക്കില്ല. നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഇതുകൊണ്ട് വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് തേർഡ് ഗിയർ പോകാനായിട്ട് കഴിയും. ഇപ്പം ഞാനിത് വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിലും പ്രശ്നമില്ല. ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി വീണ്ടും നിങ്ങൾ നോക്കുക, ഒരു കയറ്റം വരികയാണ്. കയറ്റം വരുന്ന സമയത്ത് ഒരു കയറ്റവും ആയിക്കോട്ടെ ഒരു വളവും ആയിക്കോട്ടെ, ഫോർത്തിൽ നമ്മൾ ഒരു കാരണവശാലും വളവെടുക്കാനായിട്ട് പാടില്ല. അപ്പം നമ്മളിതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് ക്ലച്ച് പിടിച്ച് തേർഡിലേക്ക് ഇടുകയാണ്. അഡ്വാൻസ് ചെയ്തിട്ടാണ് ഈ കയറ്റം ഞാൻ കയറുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കയറ്റത്തോടു കൂടിയ വലിയ വളവുകളിലുള്ള കൺട്രോളിംഗ് ആണ്. എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതെന്നാണ്. ഇപ്പം ഞാനിവിടെ തേടി വരികയാണ്. ഇവിടെ ഇടത്ത് സൈഡിലേക്ക് എനിക്ക് നല്ലൊരു വളവെടുക്കണം. ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. സെക്കൻഡ് ഗിയർ ഇട്ട് ഈ തിരിയാൻ ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ ഏകദേശം ഈ തിരിവിനടുത്ത് വന്നപ്പോൾ പതിയെ ഫസ്റ്റ് ഗിയറിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്യുകയാണ്. ഒരേ സമയത്ത് ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷനിൽ ശ്രദ്ധ കൊടുത്തു, അതുപോലെ തന്നെ ഞാൻ സ്റ്റിയറിങ്ങും കറക്റ്റായിട്ട് ശ്രദ്ധ കൊടുത്തതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഈ ടേൺ എടുക്കുന്നത്. ഇങ്ങനെ ടേൺ എടുത്ത് വന്നാലുടൻ തന്നെ ആക്സിലറേഷൻ അയച്ച് ബ്രേക്കേ വന്ന് വണ്ടിയുടെ വേഗത നമ്മൾ കുറയ്ക്കുകയും സ്റ്റിയറിങ്ങിനെ നേരെയാക്കുകയും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ വളവെടുക്കുന്ന സമയത്ത് പലരുടെ ഒരു പ്രശ്നം ബ്രേക്കിലേക്ക് വരില്ല, ആക്സിലറേഷൻ കൂടുതലായിട്ട് പോകും. അപ്പോൾ നമ്മുടെ വണ്ടി വളവിൽ കിട്ടത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കിയ ഒരു കയറ്റത്തോട് കൂടിയ ഒരു വളവ് ഫസ്റ്റ് ഗിയർ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ വരികയാണ്. എന്നിട്ട് നമുക്ക് ചെറിയ കയറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം. അപ്പോൾ ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്ത് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. കണ്ടോ, അപ്പോൾ ഇവിടെയും നമ്മൾ ആ സ്റ്റിയറിങ്ങിന് ശ്രദ്ധ കൊടുക്കുന്നു. എന്നിട്ട് ആവശ്യാനുസരണം പതുക്കെ ഒന്ന് ആക്സിലറേഷൻ ഒന്ന് ചവിട്ടി കൊടുത്തു. എന്നിട്ട് ഈ വളവ് ഇങ്ങനെ കയറി വരുന്നു. എന്നിട്ട് നിരപ്പായിട്ടുള്ള ഒരു പ്രതലം പോലെ വരുമ്പോൾ പതിയെ ഒന്ന് ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ പതിയെ ഒന്ന് ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, വാഹനത്തിൻ്റെ വേഗത ആക്സിലറേഷനിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കഴിയണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കയറ്റത്തോട് കൂടിയ വളവുകൾ വളരെ സേഫ് ആയിട്ട് എടുക്കാനായിട്ട് കഴിയും. ഇനി വീണ്ടും നിങ്ങൾ നോക്കുക, ഞാനിത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ്. മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ചെറിയൊരു വളവുണ്ട്. ഇതുകൊണ്ടോ, ഈ വളവ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കയറ്റവും എന്നാൽ സ്ട്രെയിറ്റ് ഒരുപാട് വലിയ വളവെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ട് വളരെ സുഖകരമായിട്ട് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്തതുകൊണ്ട് തേർഡ് ഗിയറിൽ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. അപ്പോൾ
അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വണ്ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും. അവിടെ നമ്മൾ ആക്സിലറേഷന് ബാലൻസിങ് കറക്റ്റായിട്ട് ചെയ്യാൻ പഠിക്കണം. ചുമ്മാ അനാവശ്യമായിട്ട് ചവിട്ടി കൊടുക്കാതെ ഒന്ന് ചവിട്ടി കൊടുക്കുന്നു, ഒന്ന് ആക്സിലറേഷൻ അയച്ചു, എന്നിട്ട് വീണ്ടും പതിയെ ഒന്ന് കൊടുക്കുന്നു. അപ്പം നമുക്ക് തോന്നുന്നു വണ്ടിയുടെ വേഗത നമ്മുടെ ബാലൻസിലേക്ക് കിട്ടും. അത് നിങ്ങൾ പ്രധാനമായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഗിയറിലേക്ക് ഇങ്ങനെ വരുന്നു, ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾ കയറ്റത്തോടു കൂടിയ വളവുകളിലും നിരപ്പായിട്ടുള്ള പ്രതലത്തിലുള്ള വളവുകളിലും ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഇറക്കത്തോടു കൂടിയ വളവുകളിൽ എന്താണ് ചെയ്യേണ്ടത്? പലർക്കും ഡ്രൈവിങ്ങിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇറക്കത്ത് വണ്ടിയുടെ കൺട്രോൾ വളവിൽ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഈ ഇറക്കത്തോടു കൂടിയ വളവുകളിൽ ഏത് ഗിയർ ഇടണമെന്ന് പലർക്കും ഒരു സംശയമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അമിതമായിട്ടുള്ള ബ്രേക്കിങ്ങിലേക്ക് പോകുന്ന ഒരു പ്രശ്നം പലർക്കും തന്നെ വരാറുണ്ട്. എവിടെയാണ് ബ്രേക്ക് ചവിട്ടി കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയും പലർക്ക് കിട്ടാതെ വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത്യാവശ്യം ഒരു ചെറിയ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇനി ഇവിടെ താഴോട്ട് വരുമ്പോൾ നമുക്കൊരു ചെറിയ ഇറക്കവും വളവും ഉള്ള റോഡുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിവിടെ മുന്നോട്ട് വരുന്നതിനനുസരിച്ച് ഇറക്കവും വളവും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അഡ്വാൻസ് വളവ് തുടങ്ങുന്നതിന് മുന്നമേ തന്നെ തേർഡിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഇതുകൊണ്ട് ബ്രേക്ക് ചവിട്ടി വണ്ടി ഇതുപോലെ സ്ലോ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് വരും. ഇവിടെ ബ്രേക്കിനെയും കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ നല്ലൊരു വളവാണ്. ഈ വളവിന് മുന്നമേ ഇറക്കം കൂടിയ വളവാണ്. സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ബ്രേക്ക് ഒന്ന് ഒരു വേഗത നമുക്ക് കുറയ്ക്കാൻ വേണ്ട ഒരു ആവശ്യത്തിനുള്ള ബ്രേക്ക് നമ്മൾ കൊടുത്തോണ്ട് ഇതുകൊണ്ട് ഈ വളവ് ഇറങ്ങി വരികയാണ്. അപ്പം നമുക്ക് പ്രോപ്പർ കൺട്രോളിംഗ് ആണ് വരുന്നത്. ഇനി ഈ വളവിനോടൊപ്പം തന്നെ ഗട്ടറോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് കാല് വെച്ച് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് അങ്ങ് ഇട്ടേക്കണം. വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടേക്കുക. അപ്പം നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിലേക്ക് കിട്ടും. അപ്പോൾ ബ്രേക്ക് ബാലൻസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? വളവിന് മുന്നമേ, ഇറക്കത്തോടു കൂടിയ വളവിന് മുന്നമേ തന്നെ ബ്രേക്ക് ചെയ്ത് വണ്ടിയെ സ്ലോ ചെയ്യുക, ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യുക. അല്ലാതെ അനാവശ്യമായിട്ട് ഹാർഡായിട്ട് ബ്രേക്ക് ചവിട്ടി കൊടുക്കരുത്. ഹാർഡായിട്ട് ബ്രേക്ക് ചവിട്ടി പോയി കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അതുപോലെ തന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാനിവിടെ ഇങ്ങനെ തേർഡിൽ വരികയാണ്, ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ മുന്നിലായിട്ടൊരു വളവുണ്ട്. ഞാൻ ഫോർത്തിൽ തന്നെ വളവെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മളവിടെ ഓവർ ബ്രേക്ക് അല്ലെങ്കിൽ ഹാർഡായിട്ട് കുറച്ചും കൂടെ കൂടുതൽ ബ്രേക്ക് അമർത്തേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ വണ്ടി വിറയ്ക്കാൻ തുടങ്ങും, ആ ഗിയറിൽ പോകാൻ മടി കാണിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തേർഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ക്ലച്ച് പിടിച്ച് നമ്മൾ അഡ്വാൻസ് തേർഡിലേക്ക് ഇട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടിയുടെ വേഗത കൺട്രോളിലേക്ക് കിട്ടും. ഇനി കുറച്ചും കൂടെ വലിയ വളവാണ്, ഇറക്കത്തോട് കൂടിയ വളവാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടേക്കണം. അതായത് ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അപ്പോഴും നമ്മുടെ നല്ല കൺട്രോളിൽ നമ്മുടെ വാഹനം ഇതുകൊണ്ടോ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ വളവുകളിൽ ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക, ഗിയർ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും പ്രോപ്പറായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുകയും ഒപ്പം തന്നെ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് തരിക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ഓളമർത്തി കൊടുത്താൽ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോകൾ കറക്റ്റായിട്ടുള്ള ഒരു ടൈമിങ്ങിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.